നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡ് ഏതാണെന്നറിയാമോ? സ്വിംഗ് ട്രേഡിംഗ്, ഇൻട്രാഡേ ട്രേഡിംഗ്, ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ്, ഓപ്ഷൻ ട്രേഡിംഗ്, ഇനി അതിൽ തന്നെ ഓപ്ഷൻ ബൈയിങ് ഓർ ഓപ്ഷൻ സെല്ലിംഗ് ഓർ ഓപ്ഷൻ ഹെഡ്ജിങ്. ക്യാൻ യു ഗസ്? ഓരോരുത്തർക്കും ഓരോ ആൻസർ ആയിരിക്കും, റൈറ്റ്? ഇനി ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ വലിയൊരു പ്രശ്നം എന്താണെന്നറിയാമോ? വേൾഡിലെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്വിംഗ് ട്രേഡേഴ്സ് മിക്കവരും മാർക്കറ്റ് ബയറിഷ് ആയിരിക്കുന്ന സമയങ്ങളിൽ 2-3 മാസം കൈ കെട്ടി നോക്കിയിരിക്കാറാണ് പതിവ്. മാർക്കറ്റ് ബയറിഷ് ആകുമ്പോൾ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് വെറുതെ ഇരിക്കുക. ഈ ഒരു ടിപ്പ് മാത്രം അറിഞ്ഞാൽ മതി ഒരു സ്ട്രഗ്ലിംഗ് സ്വിംഗ് ട്രേഡർക്ക് ഒരു സക്സസ്ഫുൾ സ്വിംഗ് ട്രേഡറായി മാറാൻ. ഇനി അടുത്തത് ഇൻട്രാഡേയുടെ കാര്യം എടുക്കാം. ദിവസവും 1 മിനിറ്റ് ചാർട്ടിലോ 5 മിനിറ്റ് ചാർട്ടിലോ 2-3 മണിക്കൂർ വീതം ആഴ്ചകളോളം ട്രേഡ് ചെയ്യുന്നവർക്കറിയാം, വളരെ കുറച്ച് ആഴ്ചകൾക്കകം ചാർട്ട് ഇല്യൂഷൻ എന്ന് പറയുന്നൊരു രോഗം പിടിപെടും. അതായത് നോക്കുന്നിടത്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് കാണുന്നു, ഫ്രീക്വൻ്റ് ആയിട്ട് ട്രേഡ് എടുക്കുന്നു, അവസാനം നമ്മളുടെ അക്കൗണ്ട് അത്ര തന്നെ സ്പീഡിൽ വാഷ് ഔട്ടായി പോകുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് മാസങ്ങളോളം ഇൻട്രാഡേയിൽ വിജയിക്കാൻ പറ്റുന്നത് സ്റ്റാറ്റിസ്റ്റിക്കലി 10,000-ൽ ഒരാൾക്ക് മാത്രമാണ്. ഇനി ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ കാര്യം എടുക്കാം. മാർക്കറ്റ് നല്ല സ്പീഡിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് പോയാൽ മാത്രമേ ഓപ്ഷൻ ബൈയിങ്ങിൽ പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഉടനെ ലോസ് വരാൻ തുടങ്ങും. മാർക്കറ്റ് മുകളിലേക്ക് പോകുമോ താഴ്ത്തിക്ക് പോകുമോ എന്ന് പോലും ഭൂരിഭാഗം ട്രേഡേഴ്സിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മാർക്കറ്റ് നല്ല സ്പീഡിൽ മുകളിലേക്ക് പോകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഐ നോ ഫ്യൂ ഓപ്ഷൻ ബയേഴ്സ് ആർ കൺസിസ്റ്റൻ്റ്ലി സക്സസ്ഫുൾ, ബട്ട് ഇറ്റ്സ് വെരി വെരി റയർ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് വേർഡ്, കൺസിസ്റ്റൻ്റ്ലി. ഇനി ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ കാര്യമെടുക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, നല്ല ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്ഷൻ സെല്ലിങ്ങിൽ വിജയിക്കാൻ പറ്റുള്ളൂ, ഓർ വേണ്ടത്ര റിട്ടേൺസ് കിട്ടുകയുള്ളൂ. ഓപ്ഷൻ സെല്ലിങ്ങിൽ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് വളരെ ഹൈ ആണ്. പക്ഷേ എന്താ കാര്യം? അൺലിമിറ്റഡ് ലോസിനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അതായത് 9 ദിവസം കൊണ്ട് കിട്ടിയത് 1 ദിവസം കൊണ്ട് പോയേക്കാം. ഇൻ ഷോർട്ട്, ഓപ്ഷൻ സെല്ലിംഗ് എലോൺ ഈസ് നോട്ട് അറ്റ് ഓൾ സേഫ്. ഇനി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഓപ്ഷൻ ഹെഡ്ജിങ്. യു നോ വൈ? ഓപ്ഷൻ ഹെഡ്ജിങ്ങിൽ നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം മാർക്കറ്റ് സ്പീഡിൽ മുകളിലേക്ക് പോയാലും സ്ലോവിൽ മുകളിലേക്ക് പോയാലും അവിടെ തന്നെ നിന്നാലും സ്ലൈറ്റ്ലി താഴേക്ക് വന്നാലും ഓൺ എക്സ്പയറി ഡേ നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. ഇനി മാർക്കറ്റ് ഫ്യൂരിയസ്ലി താഴേക്ക് വന്നാൽ മാത്രമേ നമ്മളുടെ പൊസിഷൻ ലോസിലാവുകയുള്ളൂ. സോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ ബിഗ് ഫിഷസ് യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് ആയ ബുൾ കോൾ സ്പ്രെഡ്, ബുൾ പുട്ട് സ്പ്രെഡ്, ബെയർ കോൾ സ്പ്രെഡ്, ബെയർ പുട്ട് സ്പ്രെഡ്, കവേർഡ് കോൾ, പ്രൊട്ടക്റ്റീവ് പുട്ട്, ലോങ് സ്ട്രാഡിൽ, ഷോർട്ട് സ്ട്രാഡിൽ, ലോങ് സ്ട്രാങ്കിൾ, ഷോർട്ട് സ്ട്രാങ്കിൾ, അയൺ കോണ്ടൂർ, അയൺ ബട്ടർഫ്ലൈ എന്നീ സ്ട്രാറ്റജികളെക്കുറിച്ച് വ്യക്തമായി അറിയാനും ഇതിലെല്ലാം ട്രേഡ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ നടത്തുന്ന ഓപ്ഷൻ ഹെഡ്ജിങ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂടാതെ ഞങ്ങൾ നടത്തുന്ന ഇൻട്രാഡേ ഇക്വിറ്റി ട്രേഡിംഗ്, സ്വിംഗ് ട്രേഡിംഗ്, ഓപ്ഷൻ ബൈയിങ്, ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ്, ഓപ്ഷൻ സെല്ലിംഗ് ആൻഡ് അവർ യുണീക് സെല്ലിംഗ് പ്രോഡക്റ്റായ ആൽഗോ ട്രേഡിംഗ്, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക.